Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമുക്ക് സെക്ഷൻ 35 ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് മീൻ ബൈ ഫസ്റ്റ് ചാർജ് അണ്ടർ സെക്ഷൻ 35? ആൻസർ: ഇറ്റ് മീൻസ് society has the first right over certain assets of a member for recovery of debts subject to government's claim for land revenue. സെക്ഷൻ 35 പ്രകാരം സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉണ്ട്. അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് സൊസൈറ്റിയിലെ അംഗങ്ങളുടെ കടം തിരിച്ചു പിടിക്കുന്നതിനായിട്ട് സൊസൈറ്റിക്ക് ഒരു ആദ്യ അവകാശം, അതായത് ഫസ്റ്റ് ചാർജ് ഉണ്ടായിരിക്കും. എന്നാൽ അത് ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് റവന്യൂമായിക്ക് വിധേയമായിരിക്കും. അതായത് അതിന് പ്രിഫറൻസ് കൂടുതലായിട്ടും ഉണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് റവന്യൂ കളക്ഷൻ ചെയ്യുന്നതിന് വിധേയമായിട്ടായിരിക്കും ഈ ഫസ്റ്റ് ചാർജ് ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓൺ വിച്ച് അസറ്റ്സ് ഡസ് എ സൊസൈറ്റി ഹാവ് ഫസ്റ്റ് ചാർജ്? ആൻസർ: ക്രോപ്സ് ഓർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് റേസ്ഡ് വിത്ത് സൊസൈറ്റീസ് ലോൺ, cattle, fodder, machinery, implements, raw materials bought with the society's loan, or articles manufactured from them. ഏതൊക്കെ അസറ്റിന്മേലാണ് സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അത് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്തിട്ട് ഉണ്ടാക്കിയ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകൾ, ധാന്യവിളകൾ, പിന്നെ പശുവിനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പശുവിൻ്റെ തീറ്റ, കന്നുകാലികളുടെ തീറ്റ, യന്ത്രങ്ങൾ, അതുപോലെ അസംസ്കൃത വസ്തുക്കൾ, അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ, ഇവയിൽ ഏത് വേണേലും ഇതിനൊക്കെ ഫസ്റ്റ് ചാർജ് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്യാൻ എ മെമ്പർ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി വിച്ച് ഈസ് അണ്ടർ സൊസൈറ്റീസ് ഫസ്റ്റ് ചാർജ്? ആൻസർ: നോ, അൺലെസ് the society gives prior written permission. സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉള്ള വസ്തുക്കൾ മെമ്പർക്ക് കൈമാറ്റം ചെയ്യാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവകാശമില്ല. എന്നാൽ സൊസൈറ്റിയുടെ റിട്ടേൺ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സാധ്യമാകുമെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഹാപ്പൻസ് ഇഫ് എ മെമ്പർ ട്രാൻസ്ഫേഴ്സ് പ്രോപ്പർട്ടി വിത്തൗട്ട് സൊസൈറ്റീസ് പെർമിഷൻ? ആൻസർ: such a transfer is void or invalid. ഒരു മെമ്പർ സൊസൈറ്റിക്ക് ഫസ്റ്റ് ചാർജ് ഉള്ള വസ്തു സൊസൈറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ കൈമാറ്റം ചെയ്താൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള ട്രാൻസ്ഫർ, അങ്ങനെയുള്ള കൈമാറ്റം അസാധുവായിരിക്കും. അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Does section 35 apply to past or deceased members also? Answer: yes, the society can claim against members, past members and deceased members. ഒരു മുൻ അംഗത്തിനോ അല്ലെങ്കിൽ മരിച്ചുപോയ അംഗത്തിനോ ഈ സെക്ഷൻ 35 ബാധകമാണോ എന്നുള്ളതാണ്. ഈ മുൻ അംഗത്തിനായാലും മരിച്ചുപോയ അംഗത്തിനായാലും സെക്ഷൻ 35 പ്രകാരമുള്ള ഫസ്റ്റ് ചാർജ് ബാധകമാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാം. സെക്ഷൻ 36. ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ബോറോവിംഗ് ലോൺസ് ഫ്രം സർട്ടൻ സൊസൈറ്റീസ്. ഒന്നാമതായി പറയുന്നു, എ മെമ്പർ ഹു മേക്സ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ലോൺ ടു എ സൊസൈറ്റി ഓഫ് which the majority of the members are agriculturists shall, if he owns any land or holds any land as a tenant entitled to fixity of tenure, make a declaration in the prescribed form, which shall state that the applicant thereby creates a charge on the land owned by him or on his interest in the land held by him as tenant as and specified therein, for the payment of the amount of the loan which the society may make to the member on the application and future loans, if any, that may be made to him from time to time by the society together with the
ഇൻട്രസ്റ്റ് ഓൺ സച്ച് ലോൺ ഓർ ലോൺസ്. സെക്ഷൻ 36 പറയുന്നത് സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത മെമ്പറിൻ്റെ ഭൂമിയിന്മേൽ ഉള്ള ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മെമ്പർ കൃഷിക്കാർ ഭൂരിപക്ഷമുള്ള ഒരു സംഘത്തിൽ വായ്പയ്ക്കായി അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സൊസൈറ്റികളിൽ വായ്പയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയാണെങ്കിൽ അങ്ങനെ, അല്ല അദ്ദേഹം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഭൂമിയാണെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള അതിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനുള്ള അവകാശം എന്താണോ അതിനെക്കുറിച്ചുള്ള ഡിക്ലറേഷൻ കൊടുക്കണം. പിന്നീട് അദ്ദേഹം വായ്പയ്ക്കായി അപേക്ഷിക്കുന്ന ആ തുക അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം ഭാവിയിൽ എന്തെങ്കിലും അതിന് ലോണിന് അപ്ലൈ ചെയ്ത് അത് സാങ്ഷൻ ആക്കി കിട്ടിയാൽ ആ തുക, പിന്നെ അതിന് വരുന്ന പലിശ, ഇതിനെല്ലാം അദ്ദേഹം ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ അദ്ദേഹം റെസ്പോൺസിബിൾ ആണ് എന്നുള്ള കാര്യം അദ്ദേഹം ഡിക്ലെയർ ചെയ്ത് കൊടുത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് പോയിൻ്റ്, എ ഡിക്ലറേഷൻ മെയ്ഡ് അണ്ടർ ക്ലോസ് 1 may be varied or cancelled at any time by the member with the previous written permission of the society in favor of which such charge has been created. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇങ്ങനെ, ഫസ്റ്റ് പോയിന്റിൽ പറയുന്ന ഡിക്ലറേഷൻ സൊസൈറ്റിയുടെ റിട്ടേൺ പെർമിഷനോടുകൂടി മെമ്പർക്ക് ഏത് സമയത്തും ക്യാൻസൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. നോ മെമ്പർ ഷാൾ alienate the whole or any part of the land or his interest in the land specified in the declaration made under clause 1 or varied under clause 2 until the whole amount borrowed by the member together with the interest thereon is paid to the society in full, provided that standing crops on any such land may be alienated with the previous permission in writing of the society. Provided further that it shall be lawful to a member to mortgage such land or any part thereof in favor of the government or a land mortgage bank. മൂന്നാമത്തെ പോയിന്റിൽ ശരിക്കും റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്, പെർമിഷനോടുകൂടി എന്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, അതുപോലെ പാർഷ്യൽ റിലീസ് ആവുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ സ്ലൈഡിൽ റെസ്ട്രിക്ഷൻസും വിത്ത് പെർമിഷനോടുകൂടി എന്ത് ചെയ്യാമെന്നുള്ളതുമാണ് പറയുന്നത്. റെസ്ട്രിക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മെമ്പർ വായ്പയ്ക്ക് നൽകിയ ഡിക്ലറേഷൻ പ്രകാരം ചാർജ് ചെയ്തിരിക്കുന്ന ഭൂമി അല്ലെങ്കിൽ ആ ഭൂമിയിലെ അവകാശം, ഇപ്പോൾ ടെനൻ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ അവകാശം സൊസൈറ്റിക്ക് നൽകാനുള്ള വായ്പയും പലിശയും മുഴുവനായിട്ടും അടച്ചു തീരുന്നത് വരെ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയോ, അതാണ് ഏലിനേഷൻ, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. മുഴുവൻ തുകയും അടച്ചു തീരുന്നത് വരെ യാതൊരു പെർമിഷനും കൊടുക്കുന്നില്ല. ഇനി വിത്ത് പെർമിഷനോടുകൂടി എന്ത് ചെയ്യാം? സൊസൈറ്റിയുടെ മുൻകൂർ റിട്ടേൺ പെർമിഷൻ നേടിയെടുത്തുകൊണ്ട് അംഗത്തിൻ്റെ ഭൂമിയിലോ വിളകളിലോ മോർട്ട്ഗേജ് ചെയ്യാൻ കഴിയും. ഈ മോർട്ട്ഗേജ് സർക്കാരിന് വേണ്ടിയോ അല്ലെങ്കിൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിന് വേണ്ടിയോ ആണെങ്കിൽ അനുവദിക്കാം എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് if a part of the amount borrowed by a member is paid, the society with the approval of the financing bank to which it may be indebted may, on an application from the member, release from the charge created by the declaration made under clause 1 or varied under clause 2 such part of the land or of the interest in land specified in the declaration as it may deem proper, with due regard to the security of the balance of the amount of loan outstanding from the member. ഇവിടെയാണ് പാർഷ്യൽ റിലീസിനെ കുറിച്ച് പറയുന്നത്. ഒരംഗം എടുത്ത വായ്പയുടെ ഒരു ഭാഗം അടച്ചു തീർത്താൽ സൊസൈറ്റിക്ക് അയാളുടെ അപേക്ഷ പ്രകാരം ഭൂമിയുടെ ഒരു ഭാഗമോ അല്ലെങ്കിൽ അതിലെ അവകാശത്തിൻ്റെ ഒരു ഭാഗമോ ചാർജിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ഈ ബാക്കിയുള്ള വായ്പയുടെ സെക്യൂരിറ്റി
ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യുന്നത്. അതായത് പാർഷ്യൽ പേയ്മെൻറ്റ് അടച്ചു എന്ന് കരുതി കുറച്ച് ഭാഗം റിലീസ് ചെയ്ത് കൊടുത്താലും ബാക്കി അടയ്ക്കാനുള്ള തുകയ്ക്കുള്ള സെക്യൂരിറ്റി ബാലൻസ് ഉണ്ട് എന്നുള്ളത് സംഘം ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി പറയുന്നത് വായ്പയെടുത്ത അംഗം വായ്പയും പലിശയും മുഴുവനായി അടയ്ക്കാതെ ഭൂമി കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ പാടില്ല. രണ്ടാമതായി പറയുന്നത് സൊസൈറ്റിയുടെ അനുമതിയോടെ സർക്കാരിനോ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിനോ മോർട്ട്ഗേജ് വയ്ക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായി പറയുന്നത് വായ്പയുടെ ഒരു ഭാഗം അടച്ചാൽ സൊസൈറ്റി അംഗത്തിൻ്റെ അപേക്ഷ പ്രകാരം ഭൂമിയുടെ ഒരു ഭാഗം ചാർജിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. ലോൺ ആപ്ലിക്കേഷൻ ആൻഡ് ഡിക്ലറേഷൻ 36(1) അതാണ് എന്തൊക്കെ പറയുന്നുണ്ട്. വെൻ എ മെമ്പർ അപ്ലൈസ് ഫോർ എ ലോൺ ഫ്രം എ സൊസൈറ്റി, മെയിൻലി അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റീസ്, if he owns land or holds land as a tenant with fixity or tenure, he must give a declaration in the prescribed form. This creates a charge on the land owned or held by him for repayment of loan and future loan plus interest. Next, variation or cancellation 36(2). The declaration can be changed or cancelled by the member, but this requires previous written permission of the society. Next, restriction on alienation 36(3). Member cannot transfer or sell the land or his interest until the entire loan and interest is repaid. Standing crops on the land can be transferred only with written permission of the society. Member may mortgage the land to government or land mortgage bank. If a part of the loan is repaid, society, with the bank's approval, may release part of the land from the charge. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ? ആൻസർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ആൻറ്റണിംസ് ഓഫ് കോവാർഡൈസ്. ആൻസർ, കറേജസ്. കോവാർഡൈസ് മീൻസ് ഭീരു, കറേജസ് ധൈര്യമുള്ളവൻ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ. 25, 27, 30, 35, 42, 53 ആൻഡ് 64. ആൻസർ 64. ഇവിടെ ആൻസർ കിട്ടുന്നത് ഇതെല്ലാം പ്രൈം നമ്പേഴ്സിനെ ആ ഓർഡറിൽ തന്നെ കൂട്ടി പോകുന്നതാണ്. 25 + 2 27. ഏറ്റവും ചെറുതും ആദ്യത്തേതുമായ പ്രൈം നമ്പറാണ് 2. അതിന് 25നോട് 2 കൂട്ടിയപ്പോൾ 27. അടുത്ത പ്രൈം നമ്പറാണ് 3. അപ്പോൾ 27നോട് 3 കൂട്ടിയപ്പോൾ 30 കിട്ടി. അടുത്ത പ്രൈം നമ്പർ 5 ആണ്. അത് 30നോട് 5 കൂട്ടിയപ്പോൾ 35 കിട്ടി. അടുത്ത പ്രൈം നമ്പർ 7 ആണ്. അപ്പോൾ 35നോട് 7 കൂട്ടിയപ്പോൾ 42. അടുത്ത പ്രൈം നമ്പർ 11 ആണ്. 42നോട് 11 കൂട്ടിയപ്പോൾ 53. അടുത്ത പ്രൈം നമ്പർ 13 ആയിരുന്നു. അപ്പോൾ 53നോട് 13 കൂട്ടുമ്പോൾ 66 വരേണ്ടതിന് 64 എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആൻസർ തെറ്റായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് 64 ഈ പ്രൈം നമ്പേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് 100 വരെയെങ്കിലും ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തരാം, അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ അതിലേ ഒരു ക്ലൂ കിട്ടുന്നതായിരിക്കും. Now your turn to answer. Question number 1. White revolution is connected with the production of dash. Next, meaning of infallible. Next question, find the wrong number in the given series. 10, 34, 74, 130, 201 and 290. Leave your answer in the comment box and stay tuned for the next episode. Thank you very much.